ഒരു മിനിറ്റ് ഫാക്ട്, ഒരുപാട് അറിവുകൾ. വെൽക്കം ടു 30 ഡേയ്സ് ഓഫ് 30 മിസ്റ്ററീസ് ഡേ 2. നമ്മുടെ ഭൂമിയിലെ സമുദ്രത്തിൻ്റെ 95% ഇന്നും ഒരു മിസ്റ്ററിയാണ്. സൂര്യപ്രകാശം കടക്കാത്ത, മനുഷ്യൻ കാലുകുത്താത്ത കടലിൻ്റെ അടിത്തട്ടിൽ എന്തൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്? വരൂ, 5 രഹസ്യങ്ങൾ കാണാം. മിസ്റ്ററി 1. മരിയാന ട്രെഞ്ചിലെ ശബ്ദം. 11 കിലോമീറ്റർ താഴ്ച, എവറസ്റ്റിനേക്കാൾ ആഴം. 2016 ശാസ്ത്രജ്ഞർ അവിടെ റെക്കോർഡ് ചെയ്തത് മനുഷ്യൻ ഇന്നുവരെ കേൾക്കാത്ത ഒരു ശബ്ദമാണ്. ബ്ലൂപ്പ് എന്ന് അവർ പേരിട്ടു. ഒരു ഭീമൻ ജീവിയുടെ ശബ്ദം പോലെ. പക്ഷേ ആ ശബ്ദമുണ്ടാക്കാൻ 100 മീറ്റർ നീളമുള്ളൊരു ജീവി വേണം. കടലിൻ്റെ അടിയിൽ ഡൈനോസറിനേക്കാൾ വലിയ എന്തോ ജീവിക്കുന്നുണ്ടോ? മിസ്റ്ററി 2. യൊനാഗുണി മോണ്യുമെൻറ്റ്. ജപ്പാൻ കടലിൻ്റെ അടിയിൽ 25 മീറ്റർ താഴ്ചയിൽ 10,000 വർഷം പഴക്കമുള്ള പിരമിഡ്. 5 നില കെട്ടിടത്തിൻ്റെ വലിപ്പം. ചെത്തിമിനുക്കിയ കല്ലുകൾ, പടികൾ വാതിൽ പോലെ. ഇത് പ്രകൃതി ഉണ്ടാക്കിയതാണോ, അതോ 10,000 വർഷം മുമ്പ് കടൽ കയറി മുങ്ങിപ്പോയ ഒരു നഗരമോ? ഇന്നും ഉത്തരമില്ല. മിസ്റ്ററി 3. ബാൾട്ടിക് സീ അനോമലി. 2011 കണ്ടെത്തി. ബാൾട്ടിക് കടലിൻ്റെ അടിയിൽ 60 മീറ്റർ വീതിയുള്ള UFO പോലത്തെ ഒരു വസ്തു. കല്ലാണോ ലോഹമാണോ എന്നുപോലും അറിയില്ല. അതിൻ്റെ അടുത്ത് ചെന്നാൽ കോമ്പസും ക്യാമറയും എല്ലാം കേടാകും. 14,000 വർഷം പഴക്കം. മിസ്റ്ററി 4. കടലിനടിയിലെ നദി. മെക്സിക്കോയിൽ 30 മീറ്റർ താഴ്ചയിൽ ശരിക്കും ഒരു നദി ഒഴുകുന്നുണ്ട്. മുകളിൽ ഉപ്പുവെള്ളം, താഴെ ഹൈഡ്രജൻ സൾഫൈഡ് കലർന്ന വെള്ളം. രണ്ടും കൂടി കലരാതെ തീരങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെ ഒരു നദി പോലെ. വെള്ളത്തിനടിയിൽ വേറൊരു വെള്ളം എങ്ങനെ സാധിക്കുന്നു? മിസ്റ്ററി 5. 30 ലക്ഷം മുങ്ങിക്കപ്പലുകൾ. UN-ന്റെ കണക്കാണിത്. ടൈറ്റാനിക് മാത്രമല്ല, 30 ലക്ഷം കപ്പലുകൾ കടലിൻ്റെ അടിയിൽ. അതിൽ 500 വർഷം പഴക്കമുള്ള സ്പാനിഷ് നിധി കപ്പലുകൾ. ഒരു കപ്പലിൽ മാത്രം 17 ടൺ സ്വർണം. ഇന്നത്തെ വില 8,000 കോടി രൂപ. ഈ നിധികൾ മുഴുവൻ ഇന്നും കടലിൻ്റെ അടിയിൽ ആരും തൊടാതെ കിടക്കുന്നു. ചുരുക്കത്തിൽ, നമ്മൾ ചന്ദ്രനിൽ പോയിട്ടുണ്ട്, പക്ഷേ സ്വന്തം ഭൂമിയിലെ കടലിൻ്റെ 5% മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി 95% അത് മറ്റൊരു ലോകമാണ്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ബഹിരാകാശമല്ല, സമുദ്രമാണ് അവസാനത്തെ മിസ്റ്ററി എന്ന്. ഇവയിൽ ഏത് മിസ്റ്ററിയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയത്? കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഫോളോ ചെയ്യുക.